11-ാം പീയൂസ് മാർപ്പാപ്പ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ക്ലേശം പേർന്ന് നിങ്ങളുടെ പരിശ്രമങ്ങളെല്ലാം വിശുദ്ധ ഉച്ചരീശയുടെ കരങ്ങളിൽ സമർപ്പിക്കുവിൻ. നമ്മുടെ ആവശ്യങ്ങളിൽ നമുക്കും പാടാം. തൂവുക യോ മലേ, ദ്യോവിൽ നിന്നിലാകെ പൂവുകളിങ്ങനെ കൊച്ചുറാണി. ഈ മലർപ്പൂമഴ തന്നിലീ ഭൂതലം നാഗമായി തീരുമേ കൊച്ചുറാണി. അവൾ ഹൃദയ നൈർമല്യം അപഗ്രഹ കാത്തുപാലിക്കുന്നവർക്കും പാപികൾക്കും ഒരുപോലെ അനുധാവനം ചെയ്യാവുന്ന വിശുദ്ധയും ലോകത്തിൻ്റെ മുഴുവൻ വത്സലപുത്രിയും ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഗുരുഭൂതിയും പരിശുദ്ധ സിംഹാസനത്തിൽ എന്നെ നയിക്കുന്ന നക്ഷത്രവും ദൈവത്തിൻ്റെ പ്രത്യേക വചനവുമാണ്. 12-ാം പീയൂസ് മാർപ്പാപ്പ പറയുന്നത് പോലെ ചെറുപുഷ്പത്തിൻ്റെ ആധ്യാത്മികത പാത യുവാക്കന്മാർക്കും വിദ്യാസമ്പന്നർക്കും ആധ്യാത്മിക ഉപദേഷ്ടാക്കൾക്കും ഉപകാരപ്രദവും പ്രായോഗികമായ പാതയാണ്. ബെനഡിക്ട് 15-ാമൻ മാർപ്പാപ്പ വിശുദ്ധ ഉച്ചരീശയുടെ ആധ്യാത്മിക ശിശുത്വത്തെപ്പറ്റി പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു, ക്രൈസ്തവ ആധ്യാത്മിക ശിശുത്വത്തിൽ അടങ്ങിയിരിക്കുന്നു. അവൾ പഠിപ്പിച്ച വിശുദ്ധിയുടെ രഹസ്യം സ്ത്രീപുരുഷ ഭേദമന്യേ എല്ലാ ക്രൈസ്തവർക്കും എല്ലാ ജീവിതാന്തസ്സുള്ളവർക്കും അറിയണമെന്നും ഉൾക്കൊള്ളണമെന്നും നാം ആഗ്രഹിക്കുന്നു. ചെറുപുഷ്പം പഠിപ്പിച്ച ആധ്യാത്മിക ശിശുത്വത്തിൻ്റെ പാല രക്ഷയിലേക്കുള്ള സുനിശ്ചിതമായ പാതയാണ്. അത് നിർമ്മലാത്മാക്കൾക്കും പാപികൾക്കും ഒരുപോലെ അനുധാവനം ചെയ്യാവുന്നൊരു പാതയാണ്. വിശുദ്ധ ഉച്ചരീശയുടെ 150-ാം ജന്മവാർഷികം അനുസ്മരിക്കുന്ന ഈ സമയത്ത് തൻ്റെ ജീവിത സായാഹ്നത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗീയാനുഗ്രഹങ്ങളുടെ പൂമഴ ഭാരതസഭയിൽ ധാരാളമായി വർഷിക്കട്ടെ. ആധ്യാത്മിക പാതയിലൂടെ വിശുദ്ധിയിലേക്കും പൂർണ്ണതയിലേക്കും വളരുവാൻ വിശുദ്ധ ചെറുപുഷ്പം നമ്മെ സഹായിക്കട്ടെ. സ്നേഹത്തിൽ മാത്രമേ വീടുകയുള്ളൂ എന്ന് പഠിപ്പിച്ച വിശുദ്ധ ചെറുപുഷ്പം നമ്മുടെ മാർഗദീപമാണ്. ആധുനിക ലോകത്തിന് വാനിലെ വെള്ളി നക്ഷത്രവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.